സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു തേങ്ങാച്ചോറും ചെമ്മീൻ പെരട്ടുമാണ് കാണിക്കുന്നത്. അതിന് വേണ്ടി 2 കപ്പ് അരിയെടുത്ത് നല്ലവണ്ണം കഴുകി വെച്ചിട്ടുണ്ട്, കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. 2 തേങ്ങയുടെ പാല് എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് ഉള്ളി, ഉലുവ, പട്ട, ഗ്രാമ്പു. ഇനി നമുക്കൊരു കുക്കർ കഴുകി അടുപ്പത്ത് വയ്ക്കാം. തേങ്ങാച്ചോറ് വയ്ക്കാൻ വേണ്ടി ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടാകുമ്പോൾ ഉലുവ ഇട്ട് പൊട്ടിക്കണം. ഉലുവ പൊട്ടുമ്പോൾ ഒരു 2 പീസ് പട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പു ഇത്രയും ഇട്ടിട്ട് നമുക്ക് ചെറിയ ഉള്ളി ഒന്ന് വഴറ്റി കൊടുക്കാം. വെളിച്ചെണ്ണയിൽ വെക്കുന്നതാണ് ടേസ്റ്റ്, നെയ്യ് ചേർക്കില്ല ഇതിൽ. ഉള്ളി വഴണ്ട് വരുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. തേങ്ങാപ്പാൽ വെള്ളവും കൂടിയാണ്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഒഴിക്കുന്നത്. തേങ്ങാപ്പാൽ എടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചില്ല. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഇത് അടച്ച് വെച്ച്, മഞ്ഞൾപ്പൊടിയൊന്നും ഇടില്ല. മഞ്ഞൾപ്പൊടി ഇടുന്നവർ കാണും. ഞാൻ എൻ്റെ രീതിയിലാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നതില്ല. നമുക്ക് അടച്ച് വെച്ച് ഇതൊന്ന് തിളയ്ക്കുമ്പോൾ അരി ഇട്ട് കൊടുക്കാം. കുതിർത്ത് വെച്ചേക്കുന്ന അരി ഇടാം. ചമ്പാവരിയാണ്. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 2-3 വിസിൽ കേൾക്കട്ടെ. നമുക്ക് കൊഞ്ച് പെരട്ടാൻ വേണ്ടി, ചെമ്മീൻ പെരട്ടാൻ വേണ്ടി ഒരു കടായി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ ചൂടാവട്ടെ. ചൂടാവുമ്പോൾ ചൂടാകുമ്പോൾ അല്പം പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. ഇതിൽ ഉലുവ ഇടൂല, കടുക് ഇടൂല. പെരിഞ്ചീരകം പൊട്ടിത്തുടങ്ങുമ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചത്, നമ്മൾ ഇവിടെ ചെമ്മീൻ ഞാൻ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പെരിഞ്ചീരക പൊടിയും കൂടെ ഇട്ട് വിരവി വെച്ചേക്കാണ്. 1 മണിക്കൂറായി. അതുകൊണ്ട് നമുക്ക് ഉപ്പ് പൊടി കുറച്ചിട്ടാൽ മതി ഇതിലേക്ക്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക്, ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി, അല്പം കുരുമുളക് ഇട്ട് വിരവി വയ്ക്കാൻ മറന്നുപോയി. മഞ്ഞൾപ്പൊടി ഇട്ട് വിരവിയതാണെങ്കിൽ അല്പം മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടി. നമ്മൾ മസാല പുരട്ടി വെച്ച ചെമ്മീനെടുത്ത് ഇട്ട് കൊടുക്കണം. എല്ലാവരും വെക്കുന്നതാണ്, അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയാണ്. നമ്മൾ ഒരു ഗ്ലാസ് ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്ത്
തേങ്ങാച്ചോറും ബീഫൊക്കെയാണ് എല്ലാവരും വെക്കുന്നത്. ഞാൻ ബീഫ് കഴിക്കില്ല. അതുകൊണ്ട് കൊഞ്ചും പെരട്ടും തേങ്ങാച്ചോറുമാണ് ഇന്ന് ഞാൻ വയ്ക്കുന്നത്. ഇനി ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. കൊഞ്ചധികം വേവില്ല. നമുക്ക് തുറന്ന് നോക്കാം. ഇടയ്ക്ക് ഞാനൊന്ന് തുറന്ന് നോക്കി, അതാരെയും കാണിച്ചില്ല. ഇല്ല, ഇനി കറിവേപ്പിലയും കൂടെ ഇട്ട് ഓഫ് ചെയ്യാം. ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡിയായി. ചെയ്ത് നോക്കണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി തേങ്ങാച്ചോറ് നമുക്ക് തുറന്ന് നോക്കാം. നമുക്ക് തേങ്ങാച്ചോറിൻ്റെ വെയിറ്റ് ഒന്ന് മാറ്റി വെക്കാം. തേങ്ങാച്ചോറ് ഇവിടെ റെഡിയായി. തേങ്ങാച്ചോറും കൊഞ്ച് മസാല ഇട്ട് അത് ഇന്നത്തെ ഫുഡാണ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.